സിറോ മലബാർ ഷിക്കാഗോ രൂപതയുടെ ജൂബിലി കൺവെൻഷൻ ആഘോഷിക്കുന്നതിന് വേണ്ടി തൃശ്ശൂരിൽ നിന്നും എത്തിയ നമ്മുടെ തൃശ്ശൂർ അതിരൂപത ആർച്ച് ബിഷപ്പ് നമ്മുടെ പ്രിയ ബഹുമാനപ്പെട്ട മാർ ആൻഡ്രൂസ് താഴത്ത് പിതാവ് നമ്മോടൊപ്പമുണ്ട്. നമുക്ക് പിതാവിനോട് ഇവിടുത്തെ വിശേഷങ്ങളും ഇവിടുത്തെ അനുഭവങ്ങളെ കുറിച്ചും രണ്ട് ചോദ്യങ്ങൾ ചോദിക്കാം. സന്തോഷ് ബ്രദറും ഇപ്പൊ നമ്മോടൊപ്പം ചേർന്നിട്ടുണ്ട്. തൃശ്ശൂരിലെ നമ്മുടെ കത്തോലിക്കർക്ക് ഏറ്റവും പ്രിയപ്പെട്ട രണ്ട് വ്യക്തിത്വങ്ങളാണ്. ഇവിടെ ഈ ഒരു കൺവെൻഷനിൽ പങ്കെടുക്കാൻ വന്നപ്പോൾ നിങ്ങൾക്ക് രണ്ടുപേർക്കും എന്താണ് തോന്നുന്നത്? ഈ വിശ്വാസ നിങ്ങൾ എങ്ങനെ സ്പർശിക്കുന്നു? ഷെക്കീന ടിവിയിലെ എല്ലാ പ്രേക്ഷകർക്കും സന്തോഷവും വിഷുക്കാരുടെ ആശംസകളും ചിക്കാഗോയിൽ നിന്ന് ഞാൻ നേരുകയാണ്. പ്രവാസി രൂപതയായ സഭയുടെ ആദ്യത്തെ രൂപത 2001 ചിക്കാഗോയിൽ സ്ഥാപിതമായ ചിക്കാഗോ രൂപതയാണ്. അതിന്റെ രജത ജൂബിലിയാണ് ഇവിടെ ഈ കൺവെൻഷൻ സെന്ററിൽ ആഘോഷിക്കുന്നത്. അങ്ങാടിയത്ത് ജേക്കബ് പിതാവിന്റെ ജൂബിലി ആഘോഷിക്കുന്നു. വളരെ സന്തോഷമുണ്ട്. ഷെക്കീന ടി വി ഈ കൺവെൻഷൻ ആഘോഷങ്ങളെ മുഴുവൻ ലോകത്തിന് മുമ്പിൽ അവതരിപ്പിക്കുന്നതിന് വളരെ മനോഹരമായി ചിക്കാഗോ രൂപത ഈ കൺവെൻഷൻ നന്നായി ഒരുക്കിയിട്ടുണ്ട്. വളരെ നല്ല പരിപാടികളാണ് നടന്നുകൊണ്ടിരിക്കുന്നത്. ഒരു കാര്യം മനസ്സിലായത്, സീറോ മലബാർ സഭ നമ്മുടെ സഭയുടെ സമുദ്ധാരണത്തിന്റെ എൻവയോൺമെന്റ് ഇയറായിട്ട് സമുദായ സമുദ്ധാരണ വർഷമായിട്ട് ആചരിക്കുമ്പോൾ Father, why is it so hard for us to trust God, and what does true trust in Him look like? That's the question. പിന്നെ എന്ത് മെസ്സേജ് അച്ഛന് സീറോ മലബാർ ഡയസിസ് ചീറ്റപ്പിള്ളാർക്ക് ഷിക്കാഗോയിലുള്ള യൂത്തിന് അമേരിക്കയിലുള്ള യൂത്തിന് എന്താ മെസ്സേജ് അച്ഛന്? അത് വേണമെങ്കിൽ രണ്ടാമത്തെ ചിക്കാഗോ രൂപതയുടെ 25ാം വാർഷികമായ ഈ ജൂബിലി കൺവെൻഷനോടുകൂടി ഇന്ന് ഇവിടെ സമാപിക്കുകയാണ്. ഇതില് കടന്നു വന്ന എല്ലാവരോടും ഞാൻ പ്രത്യേകം നന്ദി പറയുന്നു. അഭിനന്ദ പിതാക്കന്മാര്, വൈദികര്, സന്യസ്തര്, അൽമായര് എന്ന് വലിയ ഒരു സഹസ്ര ജനങ്ങൾ നമ്മുടെ മധ്യേ ഉണ്ടായിരുന്നു. ഈ വലിയ ഒരു സംരംഭത്തിലേക്ക് വളരെയധികം ത്യാഗം ചെയ്ത് കടന്നു വന്നവരുണ്ട്. വളരെയധികം ത്യാഗം ചെയ്ത് സംഭാവനകൾ നൽകിയും ഒക്കെ സഹായിച്ചവരുണ്ട്. അവരെല്ലാം ഞാൻ നന്ദിപൂർവ്വം ഈ അവസരത്തിൽ അനുസ്മരിക്കുകയാണ്. ഇതൊരു വലിയ സ്നേഹത്തിന്റെ കൂട്ടായ്മയായിരുന്നു. ഒരു വിശ്വാസത്തിന്റെ വലിയൊരു പ്രഖ്യാപനമായിരുന്നു. ഈ അമേരിക്കയിൽ ആദ്യമായി നമുക്ക് ലഭിച്ച ഈ രൂപതയിലൂടെ നമ്മളുടെ വിശ്വാസ ജീവിതത്തെ ഉജ്ജീവിപ്പിക്കുവാനായിട്ട് ഏവർക്കും കഴിയട്ടെ എന്ന് ആശംസിക്കുകയും പ്രാർത്ഥിക്കുകയും ചെയ്യുന്നു. ഇന്നത്തെ ഈ സമാപന പരിപാടികളിൽ കൂടുതലായും യുവജനങ്ങളാണ് പങ്കെടുക്കുന്നത്. അവരുടേതായ പ്രത്യേകമായ കലാപരിപാടികളും അവരുടേതായ ഒത്തിരി സംഭാവനകളും ഈ കൺവെൻഷനെ വളരെയധികം മാറ്റുകൂട്ടിയിട്ടുണ്ട്. കൂടാതെ സാംസ്കാരികവും സാമൂഹികവുമായ എല്ലാ തലങ്ങളിൽ നിന്നുള്ള വ്യക്തികൾ ഇതിൽ പങ്കെടുത്തിട്ടുണ്ടായിരുന്നു. കൂടാതെ കലാപരമായ ഒരുപിടി പെർഫോമൻസ് ഇവിടെ കാഴ്ചവെക്കുവാനായിട്ട് ഈ കൺവെൻഷൻ ദിവസങ്ങൾക്ക് കഴിഞ്ഞിട്ടുണ്ട്. വളരെ സന്തോഷത്തോടും സംതൃപ്തിയോടും കൂടിയാണ് ഈ കൺവെൻഷൻ കഴിഞ്ഞ് എല്ലാവരും തിരിച്ചു പോകുന്നത്. അവരെ ദൈവം സമൃദ്ധമായി അനുഗ്രഹിക്കട്ടെ. നിങ്ങളുടെ പ്രാർത്ഥനകളിൽ പ്രത്യേകമായിട്ട് ഈ രൂപതയെയും ഇവിടെ പ്രവർത്തിക്കുന്ന വൈദികരെയും എല്ലാ വിശ്വാസികളെയും ഓർമ്മിക്കണമെന്ന് ഓർപ്പിച്ചുകൊണ്ട് ഞാൻ നിർത്തുന്നു. താങ്ക് യു വെരി മച്ച്. Welcome back to Shekinah Global News. Today we are here with a very special guest at the Silo Malabar Jubilee Convention. Today we are here with our Reverend Father Xavier Khan Ratayal, who is the founder of the Priests of Divine Mercy, Anointing Fire Catholic Ministries, and ASJM Sisters. We are so excited to have you here today, Acha, for the Jubilee Convention. So Acha, what has been your experience for the Jubilee Convention so far today? I am so happy to share my joy about this Chicago Diocese and ഈ സമ്മേളനത്തിലേക്ക് കടന്നു വന്നിട്ടുള്ള എല്ലാവരെയും ഞാൻ പ്രത്യേകമായിട്ട് സ്വാഗതം ചെയ്യുന്നു. അതിന് ഏറ്റവും വളരെ വിശേഷമായ രീതിയിൽ ഈ സമ്മേളനത്തെ ലോകത്തിന്റെ മുമ്പിൽ അവതരിപ്പിക്കുവാനായിട്ട് ശ്രമിച്ചിട്ടുള്ള ഷക്കീന ടിവിക്കും അതിന്റെ ഭാരവാഹികൾക്കും ഈ കൺവെൻഷൻ ഭാരവാഹികളുടെ പേരിലും
എന്റെ സ്വന്തം പേരിലും രൂപതയുടെ മുഴുവൻ പേരിലുള്ള നന്ദിയും സ്നേഹവും ഞാൻ അറിയിക്കുകയാണ്. ഷക്കീന പുതിയ ഒരു കാൽവെപ്പിലൂടെ അമേരിക്കൻ മണ്ണിലേക്ക് കടന്നു വരികയാണ്. ഈ അവസരത്തിൽ ഷക്കീനയെ ഞാൻ ആത്മാർത്ഥമായിട്ട് ഹൃദയപൂർവ്വം സ്വാഗതം ചെയ്യുന്നു. ഷക്കീനയിലൂടെ ഞങ്ങളുടെ പ്രവർത്തനങ്ങൾക്ക് കൂടുതൽ കരുത്തേകുവാൻ ഈ സംരംഭത്തിന്, ഈ മീഡിയയ്ക്ക് കഴിയട്ടെ എന്ന് പ്രാർത്ഥിക്കുകയും ചെയ്തോളാം.